ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ എക്സ്റ്റു ഉണ്ടാക്കാം എന്നാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കറുവപ്പട്ടയും 2-3 ഗ്രാമ്പുവും ഏലക്കയും ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. കരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ പച്ചപ്പ് മണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതും മൂപ്പിക്കേണ്ട കാര്യമില്ല, പച്ചപ്പ് മണം പോകുന്നിടം വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യമുള്ള കരിവേപ്പിലയും ഇട്ടതിന് ശേഷം ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു 5 പേർക്കുള്ള മുട്ട സ്റ്റൂ ആണ്. അപ്പൊ ഞാനൊരു 3 ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ തന്നെ മുട്ട സ്റ്റൂവിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അപ്പൊ പാകത്തിലുള്ള മുളക് നമ്മൾ എടുക്കണം. ഞാനൊരു 3-4 മുളക് എടുത്തിട്ടുണ്ട്. അത് മൂപ്പിക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. അപ്പൊ സവാള ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. അതൊന്ന് ചെറിയൊരു ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വേളാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാനിവിടെ എടുത്ത് നമുക്ക് മുട്ട സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാരറ്റും ഉരുളൻകിഴങ്ങുമാണ്. ഞാനൊരു മീഡിയം സൈസിൽ 4 ക്യാരറ്റും 3 ഉരുളൻകിഴങ്ങും എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് നേരത്തെ തന്നെ കുക്കറിട്ട് വേവിച്ചതിന് ശേഷം മസാലക്കൂട്ട് ആഡ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് കഷ്ണങ്ങൾ വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകളായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് പെരിഞ്ജീരകം പൊടിച്ചത് 3/4 സ്പൂണും അതുപോലെ തന്നെ ഗരം മസാല ഒരു 1/4 സ്പൂണോടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ. കാരണം നമ്മുടെ മസാല കൂട്ടുകളുടെ പച്ചപ്പ് മണം മാറുന്നത് വരെ മാത്രം ഇളക്കി കൊടുക്കുക, കരിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലേക്ക് നമ്മൾ ഒരിക്കലും വെള്ളം ആഡ് ചെയ്യുന്നില്ല. തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അപ്പം ഒരു 3/4 തേങ്ങകൾ ഞാൻ ചിരുകി അതിൽ തേങ്ങാപ്പാലും 1-ാം പാലും 2-ാം പാലും എടുക്കുന്നുണ്ട്. 2-ാം പാലാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തേങ്ങാപ്പാൽ 2-ാം പാൽ എടുക്കുന്നുണ്ട്. കാരണം എൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് അതിലേക്ക് വേവണം. അപ്പം കഷ്ണങ്ങൾ വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മേ ബി അടുക്കി പിടിച്ചാൽ അറിയത്തില്ല. കഷ്ണങ്ങൾ വേവുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഏറെക്കുറെയൊക്കെ വറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ടൈമിൽ നമുക്ക് നേരത്തെ മുട്ടയൊക്കെ പുഴുങ്ങി തൊലിയൊക്കെ ഇളക്കി വെക്കാം. അപ്പം ഏകദേശം കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടയ്ക്കകത്ത് ഈ ഒരു കൂട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടും നമുക്ക്. ഈ ടൈമിൽ നമുക്ക് പാകത്തുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 1-ാം പാല്, തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഈ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. 1 സെക്കൻഡ് 2 സെക്കൻഡ് ലോ ഫ്ലെയിം ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം. അപ്പോഴത്തേന് നമ്മുടെ മുട്ട സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ടേസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റ് ബോക്സിൽ എനിക്ക് കമന്റ് തരണം. വേറെ രീതിയിൽ വെക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലും എങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നതെന്ന് കമന്റ് പറഞ്ഞോളൂ. അപ്പോൾ മുട്ട സ്റ്റൂ എപ്പോഴും നല്ലത്. നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ മോർണിംഗിൽ ഈവനിങ്ങിലൊക്കെ നല്ല ടേസ്റ്റ് ആണ്. മുട്ട സ്റ്റൂവിൻ്റെ കൂട്ടി ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പം നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ തന്നെ കഴിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കഴിക്കുന്ന എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തോളൂ. ബൈ ബൈ, സീ യു.